നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനച്ഛനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച ചന്ത ഇനി മുതൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും പ്രവർത്തിക്കുക. ട്രേഡ് യൂണിയൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെ: തിരൂർ ആർട്ട് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കലാകാരന് കൈത്താങ്ങാദരവും നാടകവും തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും. മലയാള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ SFI. നിറമരുത്തൂർ പഞ്ചായത്ത് മാലിന്യ വിമുക്ത പരിപാടി സംഘടിപ്പിച്ചു. മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ജില്ലാ നാടക മത്സരത്തിൽ മികച്ച നടിയായി ഇൻഷ ഫാത്തിമയെ തെരഞ്ഞെടുത്തു. വിശദമായ വാർത്തകൾ. 3 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനച്ഛനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശി അനന്തരാജനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരൂർ മുത്തൂരിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിയെ രണ്ടാനച്ഛൻ മാരകമായി ഉപദ്രവിക്കുന്നുവെന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈനിന് ലഭിച്ച പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ കുട്ടി താമസിക്കുന്ന വീട്ടിലെത്തിയെങ്കിലും കുട്ടിയുടെ മാതാവും രണ്ടാനച്ഛനും കുട്ടിയോട് സംസാരിക്കാൻ അനുവദിച്ചില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ മാതാവിനൊപ്പം കുട്ടിയെ തിരൂർ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഷെൽട്ടർ ഹോം കൌൺസിലർ നടത്തിയ കൌൺസിലിംഗിൽ കുട്ടി ഉപദ്രവമേറ്റതായി പറയുകയും ചെയ്തു. മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചും ദേഹമാസകലം തല്ലുകയും മുഖത്ത് കടിച്ചു മുറിവേൽപ്പിക്കുകയും കാലിൽ പിൻ കുത്തിക്കയറ്റിയതായും കുട്ടി കൌൺസിലറോട് പറഞ്ഞു. കൂടാതെ വെള്ളത്തിൽ മുക്കുകയും കല്ലുവെച്ചടിച്ചതായും പറയുന്നു. സംഭവത്തിൽ കേസെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. കുട്ടിയുടെ മാതാവ് പോലീസിൽ മൊഴി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ബന്ധുവിന്റെ മൊഴിയിലാണ് തിരൂർ പോലീസ് കേസെടുത്തത്. തുടർന്ന് പ്രതിയെ വധശ്രമം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ തിരൂർ പോലീസ് റിമാൻഡ് ചെയ്തു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച ചന്ത ഇനി മുതൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും പ്രവർത്തിക്കുക. പോലീസ് സ്റ്റേഷൻ, നഗരസഭ, ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ എന്നിവ മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ കച്ചവടക്കാർക്ക് മുന്നിൽ യൂണിയൻ ഭാരവാഹികൾ അവതരിപ്പിച്ചു. ഗൾഫ് മാർക്കറ്റിലെ ഷോപ്പുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. മുഴുവൻ കച്ചവടക്കാരും പൂർണ്ണമായ മേൽവിലാസം, ഗതാഗത തടസ്സം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തൽ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ കച്ചവടക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വിശദീകരണ യോഗം CITU വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അക്ബർ ഖാനാത്ത് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇന്നലെ 3 യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. ഒന്ന് ഗൾഫ് ബസാറിന്റെ യൂണിയന്റെ യോഗം, 2 തിരൂർ നഗരസഭയിൽ നിന്നുള്ളൊരു യോഗം, 3 പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള യോഗം. ഈ 3 യോഗത്തിലും പറഞ്ഞത് ഒരു കാര്യം: ഇവിടെ കച്ചവടം ചെയ്യുന്നവരാരാണ് അവരുടെ പൂർണ്ണമായ മേൽവിലാസം നിങ്ങളെടുത്ത് ഉണ്ടാവണം. മറ്റുള്ളവർക്ക് ചന്ത നടത്തുന്നവർക്കൊക്കെ ഒരു അഡ്രസ് ഉണ്ട് എല്ലാവർക്കും. അപ്പൊ ഇവിടെ അതില്ല, ഇതുവരെ ഉണ്ടായിരുന്നില്ല. തോന്നണവർക്ക് തോന്നണ മാതിരി കച്ചവടം ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് മുതൽ ഇനി അത് നടപ്പിലാവില്ല. അപ്പോ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ആരാണ്? ഇപ്പൊ ഫാറൂഖാണ് കച്ചവടം ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഫാറൂഖിന്റെ പേര്, പാപ്പാന്റെ പേര്, അഡ്രസ്, വീട്ടഡ്രസ്, ഫാറൂഖിന്റെ ഫോൺ നമ്പർ, വീട്ടിലെ ഒരാളുടെ ഫോൺ നമ്പർ, CI അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് നിങ്ങളടുത്ത് ഇതിന്റെ യൂണിയന്റെ ആളുകൾ വരുമ്പോ അത് നിങ്ങൾ കൊടുക്കണം. AITUC വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ജംഷാദ് വേളക്കാടൻ അധ്യക്ഷത വഹിച്ചു. K. റഫീഖ് സ്വാഗതവും VV ഷാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ.
തിരൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കലാകാരന് കൈത്താങ്ങാദരവും നാടകവും തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ മാസവും ടാസ്ക് നൽകി വരുന്ന കലാകാരന് കൈത്താങ് ചാരിറ്റിയുടെ ഭാഗമായി ഡിസംബർ മാസ ധനസഹായം കണ്ണൂരിൽ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകളുടെ ചികിത്സയിൽ കഴിയുന്ന കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ നാടക സമിതിയിലെ ആർട്ടിസ്റ്റുകൾക്ക് നൽകും. പരമപ്രധാനമായിട്ടും സംഘടന അതിൻ്റെ രൂപീകരണ വേളയിൽ പ്രഖ്യാപിച്ച ലക്ഷ്യമെന്ന് പറയുന്നത് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുക, അതേപോലെ തന്നെ അംഗങ്ങളായിരിക്കുന്ന കലാകാരന്മാരുടെ തനതായ കലാപരിപാടികൾ അവതരിപ്പിക്കുക, കലാകാരനൊരു കൈത്താങ്ങ് എന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം ഒരുപാട് അദ്വൈതാകാംക്ഷികളായിട്ടുള്ള നല്ലവരായ സുമനസ്സുകളായിട്ടുള്ള ആളുകളാണ് വേദിയിൽ വന്ന് നൽകി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് തനതായ പരിപാടികൾ നടത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അമേച്വർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളും ഇവിടെ ടാസ്ക് തിരൂരിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരൂർ മേഖലയിലെയും അതുപോലെ തന്നെ 3 താലൂക്കുകൾ അടങ്ങുന്ന എല്ലാ മേഖലയിലെയും കലാകാരന്മാരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് തിരൂർ ആർട്സ് സൊസൈറ്റി രൂപീകരിച്ചത്. തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള ആളുകളും പ്രാദേശികമായിട്ടുള്ള ആളുകളും വന്നിട്ട് ഈ ടൗൺ ഹാൾ തിങ്ങി നിറഞ്ഞ് ഒഴുകുന്നൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ ഡിസംബർ 2-ാം തീയതി. ഈ നാടകത്തോടു കൂടെ തന്നെ പ്രസ്തുത ദിവസം ആദരവ് നൽകുന്നുണ്ട്. ആദരവ് നൽകുന്നത് നാടക അഭിനേതാവും സംവിധായകനും ഒക്കെയായി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഈ നാടകത്തിൻ്റെ തന്നെ സംവിധായകനായിട്ടുള്ള വിജയൻ അയാടത്തിൽ എന്ന് പറയുന്ന നാടക സംവിധായകന് നമ്മൾ ആദരവ് നൽകുന്നുണ്ട് ഈ പ്രസ്തുത പരിപാടി ദിവസം. സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി അങ്കമാലി സംസ്കാരയുടെ ഏറ്റവും പുതിയ നാടകം സഹയാത്രിക കലാസ്വാദക ജനകീയ സദസ്സിന് സമർപ്പിക്കും. ചടങ്ങിൽ പ്രമുഖ നാടക സംവിധായകനും നടനുമായ വിജയൻ അയാടത്തിനെ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ സൂരജ് ബാസുര, വി സത്യാനന്ദൻ, സൈനുദ്ദീൻ ഇ.കെ, സക്കീർ ഹുസൈൻ മംഗലം, അശോക് വയ്യാട്ട് എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. മലയാള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. 9 ജനറൽ സീറ്റിലും 11 അസോസിയേഷനിലും 1 UG റെപ്രസെന്റേറ്റീവിലും എതിരില്ലാതെ SFI വിജയിച്ചു. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ ഗായത്രി തെരഞ്ഞെടുക്കപ്പെട്ടു. PG മണ്ഡലം സെനറ്റിലേക്കും SFI എതിരില്ലാതെ വിജയിച്ചു. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ ഗായത്രി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശ്യാം ശങ്കർ എം, വൈസ് ചെയർപേഴ്സൺ KS കൃഷ്ണവേണി, PM മുഹമ്മദ് ഇജാസ്, ജോയിന്റ് സെക്രട്ടറി കെ രഹ്ന, മെഹർ എം, മാഗസിൻ എഡിറ്റർ എ ഷിനോജ്, ഫൈൻ ആർട്സ് സെക്രട്ടറി തമീം റഹ്മാൻ, സ്പോർട്സ് സെക്രട്ടറി MP പ്രജിത് ലാൽ എന്നിവർ വിജയിച്ചു. PG മണ്ഡലത്തിൽ നിന്നുള്ള സെനറ്റിലേക്ക് S രോഹിത്തും വിജയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നടപടികൾക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിരോധമാണ് ഈ വിജയമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ശിഹാബും സെക്രട്ടറി N ആദിലും പറഞ്ഞു. SFI ഉജ്ജ്വല വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ ജില്ലാ സെക്രട്ടേറിയറ്റ് അഭിവാദ്യം ചെയ്തു. വിദ്യാർത്ഥികൾ ക്യാമ്പസിലും തിരൂർ ടൗണിലും ആഹ്ലാദ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടറി N ആദിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്യാംജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം തേജാനന്ദ എന്നിവർ യൂണിയൻ ഭാരവാഹികളെ അഭിവാദ്യം ചെയ്തു. വെട്ട ന്യൂസ് തിരൂർ. നിറമരുത്തൂർ പഞ്ചായത്ത് മാലിന്യ വിമുക്ത പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി നിറമരുത്തൂർ മങ്ങാട് പരിസരത്ത് മാലിന്യങ്ങൾ വൃത്തിയാക്കി ചെടികൾ നട്ടു. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി, സലീം ഐനിക്കാട്ട്, ഷാജി, മുസ്തഫ ആംബുലൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്ങാട് പ്രദേശത്ത് കുടുംബശ്രീ അംഗങ്ങളും വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് പരിസരങ്ങൾ വൃത്തിയാക്കി മാതൃകയായി. വെട്ട ന്യൂസ് നിറമരുത്തൂർ. മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ജില്ലാ നാടക മത്സരത്തിൽ മികച്ച നടിയായി ഇൻഷ ഫാത്തിമയെ തെരഞ്ഞെടുത്തു. ആലത്തിയൂർ KHMSSലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഇൻഷ ഫാത്തിമ. ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ ഓസ്കാർ പുരുഷു എന്ന നാടകത്തിൽ രാഘേന്ദു പൂച്ച എന്ന കഥാപാത്രമായി വേഷമിട്ടാണ് ഇൻഷ ഫാത്തിമ ബെസ്റ്റ് ആക്ട്രസ് സ്ഥാനം കരസ്ഥമാക്കിയത്. 16 നാടകങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് ഇൻഷ ഫാത്തിമയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. ആലത്തിയൂർ KHMHSS അവതരിപ്പിച്ച ഓസ്കാർ പുരുഷു എന്ന നാടകത്തിന് തിരൂർ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും നല്ല നടിക്കുള്ള അംഗീകാരവും ലഭിച്ചിരുന്നു.
തൃപ്രങ്ങോട് പള്ളിപ്പടി പാറപ്പുറത്ത് അബ്ദുൽ നാസറിന്റെയും നൌഫിയയുടെയും മകളാണ് ഇൻഷ ഫാത്തിമ. ശിവദാസ് പൊയിലിക്കാവ് സംവിധാനവും ഉദയേഷ് ചേമഞ്ചേരി രചനയും നിർവഹിച്ച ഓസ്കാർ പുരുഷു എന്ന നാടകം മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. വെട്ടം ന്യൂസ്, കോട്ടക്കൽ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.